ഇപ്രാവശ്യത്തെ വിഷുവിന് സദ്യ പുറത്തുനിന്ന് കഴിക്കാമെന്ന് നേരത്തെ ഉള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഒരു ഫാഷൻ ഷോയും കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഫോറമോളിലുള്ള മീൻ ബൈ ഷെഫ് പിള്ളയിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് അകത്ത് കയറുന്നത്. ഇവിടെ ഒരുപാട് പേര് വന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ അടിപൊളി സദ്യയാണെന്ന്. അങ്ങനെ ഇപ്രാവശ്യം നമുക്കതങ്ങോട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഒരു സർവീസ് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിക്കാരൻ്റെ ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സദ്യയും അതിഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടപ്രഥമനും പാലടയും പരിപ്പ് പായസവും ഒക്കെ കൂട്ടി നല്ല ഗംഭീരമായിട്ടുള്ളൊരു സദ്യ കഴിച്ചു. നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറേ അധികം നാളായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് എന്തോ കഴിച്ചാണ്. അതിനുശേഷം പിന്നെ ഈ സദ്യ എന്നൊരു സാധനം കഴിച്ചിട്ടേ ഇല്ല. ഇപ്രാവശ്യം ഇവിടെ വന്ന് നല്ല ഗംഭീരമായിട്ടുള്ളൊരു സദ്യ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിച്ച് ക്ഷീണിച്ചു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് PVR സിനിമാസ്. നമ്മൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ വിചാരിക്കും ഇവിടെ കയറണം ഇവിടുത്തെ നിർവ്വാണമൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ അങ്ങോട്ട് സമയം കിട്ടാറില്ല. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു സദ്യയായിരുന്നു ഇത്. എല്ലാവരും മൊത്തത്തിലൊരു വിഷു വൈബിലായിരുന്നു കേട്ടോ. അവിടെ സെർവ് ചെയ്യാൻ നിന്ന എല്ലാവരും നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ഒരു ആംബിയൻസ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നേരെ ഫോറമോളിൽ നിന്ന് ഇറങ്ങി പായസമൊക്കെ കുടിച്ചിട്ടേ മൊത്തത്തിലൊരു കറക്കം.